35 കിലോമീറ്ററോളം ഈ ദിവ്യ ആയുധവുമായി ഏകനായി സഞ്ചരിക്കുവാൻ മുതിലേരിക്കാവിലെ പരാശക്തി സേവകന് സാധിക്കുന്നത് ആദിപരാശക്തിയുടെ അളവില്ലാത്ത അനുഗ്രഹവർഷം ഒന്നുകൊണ്ട് മാത്രമാണ്. സന്ധ്യയോടെ ഇക്കരെ എത്തുന്ന ദിവ്യഖഡ്ഗത്തെ ഒന്ന് കണ്ട് തൊഴുതു നമസ്കരിക്കുന്നത് ഭക്തജനങ്ങളുടെ മുജ്ജന്മ സുഹൃതങ്ങളിൽ ഒന്നു തന്നെയാണ്. ഭണ്ഡാരം വരവിനൊപ്പം എത്തുന്ന ചപ്പാരം ഭഗവതിയുടെ വാളുകൾ എഴുന്നള്ളിക്കപ്പെടും വരെ മുതിലേരി വാൾ ഇക്കരെ കൊട്ടിയൂരിലെ ശ്രീകോവിലിൽ പ്രൗഢസ്ഥാനം അലങ്കരിക്കും. ഇനിയാണ് ഒരു ജനതയുടെ ജന്മപുണ്യമായ ചോതിവിളക്ക് തെളിയിക്കൽ. പരംജ്യോതിയായ ചോതിവിളക്ക് തെളിയിക്കുന്നത് കുറ്റ്യാടിയിലെ ചാതിയൂർ മഠത്തിൽ നിന്നും ആചാരമുറകൾ തെറ്റിക്കാതെ തൃക്കണ്ണിൽ അഗ്നി പേറുന്ന ശിവസന്നിധിയിലെത്തിക്കുന്ന അഗ്നി പകർന്നു വേണം ചോതിവിളക്ക് തെളിയിക്കാൻ. ഇനി നെയ്യാട്ടത്തിനുള്ള സമയമാണ്. അതിനായി നെയ്യമൃത സംഘം മന്ത്രധ്വനികളോടെ യാഗഭൂമിയിലേക്ക് പ്രവേശിക്കും. നെയ്യാട്ടത്തിനായി ചോതി പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തിയ ദിവ്യമായ മണിത്തറയിലെ അതിദിവ്യമായ ശിവലിംഗത്തെ 11 മാസം നെയ്യോട് ചേർത്ത് ആലിംഗനം ചെയ്ത് കാത്തുപോന്ന അഷ്ടബന്ധ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ട്. ആ ചടങ്ങിന് നാളം തുറക്കൽ എന്നാണ് വിളിപ്പേര്. വൈദ്യശാസ്ത്ര ശസ്ത്രങ്ങൾക്ക് നൽകാനാവാത്ത ആശ്വാസം തരുന്ന അഷ്ടബന്ധത്തിന്റെ പെരുമ കേട്ടും അനുഭവിച്ചുമറിഞ്ഞവർ പ്രാർത്ഥനാ നിർഭരമായ പ്രതീക്ഷയോടെ അവിടെ അഞ്ജലിബദ്ധരായി നിൽപ്പുണ്ടാവും. നാളം തുറക്കലിന് ശേഷം ഉഷാ കാമ്പ്രം നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നെയ്യാട്ടം നടക്കും. വില്ലിപ്പാലം വലിയ കുറുപ്പിന്റെ കലശത്തിലെ നെയ്യഭിഷേകത്തോടെ ആരംഭിക്കുന്ന നെയ്യാട്ടം തൃക്കപ്പാലം മഠക്കാരുടെ നെയ്യാട്ടത്തോടെ അവസാനിക്കും. നെയ്യാട്ടത്തിന് ശേഷമാണ് ഭണ്ഡാരം എഴുന്നള്ളിപ്പ്. ഉത്സവ ആവശ്യത്തിനുള്ള സ്വർണം, വെള്ളിപ്പാത്രങ്ങളും ഭണ്ഡാരങ്ങളും തിരുവാഭരണങ്ങളും ചപ്പാരം ഭഗവതിയുടെ വാളുകളും വാദ്യഘോഷത്തോടെ കരിമ്പന ഗോപുരത്തിൽ നിന്നും എഴുന്നള്ളിക്കുന്ന ചടങ്ങാണിത്. അമ്മാറക്കല്ലിൽ നാം കാണുന്ന പെരുങ്കുടയും ക്ഷേത്ര ആവശ്യത്തിനുള്ള മറ്റ് കുടകളും നിർമ്മിച്ച് കണിയ സമുദായക്കാർ എഴുന്നള്ളിച്ചെത്തിക്കുന്നതാണ് കുടയെഴുന്നള്ളത്ത്. ഭണ്ഡാര എഴുന്നള്ളത്തിനോടൊപ്പമാണ് ഇക്കരെ കൊട്ടിയൂരിൽ സൂക്ഷിച്ചിരിക്കുന്ന തിടമ്പകളും മുതിലേരി വാളും സ്ഥാനികരുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ അക്കര സന്നിധാനത്തിലേക്ക് അർദ്ധരാത്രിയോടെ പ്രവേശിക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊട്ടിയൂരിലെ ചടങ്ങുകൾ ജ്യോതിശാസ്ത്ര വിധിപ്രകാരമുള്ള സമയവ്യത്യാസത്തോടെയാണ് നടക്കുക. ശിവേലി ലോകമാതാവിന്റെയും ശ്രീപരമേശ്വരന്റെയും തിടമ്പുകൾ വഹിച്ച് ഗജവീരന്മാർ അലങ്കാരങ്ങൾ ഏതുമില്ലാതെ ഈ ക്ഷേത്രമില്ലാ ക്ഷേത്രം തിരുവഞ്ചിറയിലൂടെ വലം വയ്ക്കും. വഴികാട്ടാൻ എന്നവണ്ണം ദേവി മുന്നിലാണ് എന്നുമുണ്ടാവുക. ശിവേലിക്ക് ഏറ്റവും മുന്നിൽ ആയുധവുമായി വടക്കേടത്ത് നായന്മാർ നടക്കും. പിന്നിൽ യഥാക്രമം പാണി കൊട്ടുന്ന ഓച്ചർമാർ, സമുദായി, പന്തമേന്തുന്ന പന്തക്കിടാങ്ങൾ എന്നിവരുണ്ടാവും. ഏറ്റവും പിന്നിലാണ് ദേവിയെ പിന്തുടർന്ന് ശ്രീപരമേശ്വരൻ എഴുന്നള്ളുക.
ഏറെ പ്രത്യേകതകളുണ്ട് അക്കരെ കൊട്ടിയൂരിലെ ചടങ്ങുകൾക്ക്. അതിലൊന്ന് കയ്യാലകളിൽ എവിടെയും പാചകം ചെയ്യാൻ പാടില്ല എന്നതാണ്. ക്ഷേത്ര തിടപ്പള്ളിയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം മാത്രമേ അക്കരെ കൊട്ടിയൂരിൽ അനുവദിക്കുകയുള്ളൂ. ഈ ഉത്സവ ദിനങ്ങൾ മുഴുവൻ പാചകം ചെയ്താലും ചാരം നീക്കാൻ അനുമതിയില്ലാത്ത തിടപ്പള്ളിയിലെ അടുപ്പുകളിൽ ഒരിക്കലും ചാരം നിറയാറില്ലെന്നത് ഭൗതിക ശാസ്ത്രത്തിന് ഇന്നും ഉത്തരം കിട്ടാത്ത പ്രതിഭാസമാണ്. ഭസ്മപ്രിയനായ ഭഗവാൻ അതെടുത്ത് അണിയുന്നത് കൊണ്ടാവും ഒരുപക്ഷെ അവിടെ ഭസ്മം ബാക്കി കാണാത്തത്. ഇവിടുത്തെ അടുപ്പിൽ നിറയേണ്ട ചാരം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ അടുപ്പിലാണത്രേ കാണപ്പെട്ടത്. എല്ലാം ഒന്നെന്ന മഹാപാഠം പറയാതെ പറഞ്ഞു പഠിപ്പിക്കുന്ന കൊട്ടിയൂരിൽ തിരുവഞ്ചിറയുടെ കിഴക്ക് കൊട്ടേരിക്കാവും വനവാസികളുടെ ആരാധനാലയമായ മലോം ദേവസ്ഥാനവുമുണ്ട്. സപ്തമി നാളിൽ നടക്കുന്ന ഇളനീർ വെപ്പും അഷ്ടമി നാളിലെ ഇളനീരാട്ടവും ഈ ദേവഭൂമിയെ ജനസാഗരമാക്കും. ഈഴവ സമുദായ അംഗങ്ങളാണ് ദേവനാടാനുള്ള ഇളനീരുകൾ കാവുകളിൽ പേറി ഇവിടെ എത്തിക്കുന്നത്. ഒരു കാവിൽ ഇരുവശങ്ങളിലുമായി 6 ഇളനീരുകളാണ് ഉണ്ടാവുക. ജന്മസ്ഥാനികരായ എരുവട്ടി തണ്ടയാനും ആയിരത്തി തണ്ടയാനും ഇളനീരിനോടൊപ്പം എണ്ണയും എഴുന്നള്ളിച്ചാണ് എത്തുക. എരുവട്ടി തണ്ടയാനെ അനുഗമിച്ച് കിരാതമൂർത്തി കോലധാരിയായ അഞ്ഞൂറ്റാനുണ്ടാവും. ഏറ്റവും ഒടുവിൽ കൊട്ടിയൂരിലേക്ക് ഇളനീർ കാവേന്തി പുറപ്പെടുക തണ്ടയാനും സംഘവുമാണ്. ഇനി ഇളനീർ വെപ്പിനായി മന്ദംചേരിയിൽ ഓങ്കാരം മുഴക്കിയുള്ള കാത്തിരിപ്പാണ്. സ്ഥാനികൻ പട്ടും പോളയും വെള്ളിക്കിടാരത്തിലെ തീർത്ഥവും സമർപ്പിക്കുമ്പോഴാണ് ഇളനീർ വെപ്പിനുള്ള ദിവ്യമുഹൂർത്തം സമാഗതമാവുക. ഏറെ നാൾ നോറ്റ കഠിന വ്രതം സാക്ഷാത്കരിക്കപ്പെടുന്ന അലൗകിക മുഹൂർത്തം. ഇനി ഇളനീർക്കാവുകളുടെ സമർപ്പണമാണ്. ജന്മദുഃഖങ്ങളെ ഇളനീർക്കാവുകളിലേക്ക് ആവാഹിച്ച് ഭക്തർ ഹൃദയാന്തരാളത്തിൽ നിന്ന് ഉരുവം കൊള്ളുന്ന പ്രണവധ്വനികളോടെ അവ തിരുവഞ്ചിറയിൽ തന്റെ ഇഷ്ടമൂർത്തിക്ക് സമർപ്പിക്കും. സ്ഥാനത്തേക്ക് പ്രദക്ഷിണമായി വന്ന് സമർപ്പിക്കുകയാണ്. ആ കട്ടുംപോളയും സമർപ്പിച്ച